Hello friends, welcome to Resolute Academy. Puzzle and seating arrangement അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. ആദ്യത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് മേക്ക് ഷുവർ എന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഈ വീഡിയോ അവസാനം വരെ കാണുക. ആദ്യത്തെ 5 വീഡിയോസ് ഞാൻ ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മോഡറേറ്റ് ലെവലും ആൻഡ് പതുക്കെ നമുക്ക് ഹയർ ലെവലിലോട്ട് പോകാം. ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ ഹയർ ലെവൽ ഡിസ്കസ് ചെയ്താൽ ആർക്കും ഒന്നും മനസ്സിലാവില്ല. ചിലപ്പോൾ ഓൾറെഡി കുറെ ചെയ്തവർക്കൊക്കെ ആണെങ്കിൽ ഓക്കെ, പക്ഷേ പുതിയതായിട്ട് തുടങ്ങുന്ന ഒരാൾക്കും അത് മനസ്സിലാവില്ല. സോ ലെറ്റ്സ് ഗോ ആൻഡ് സ്റ്റാർട്ട് വിത്ത് ദ വീഡിയോ. സോ നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് പസിൽ ആദ്യം വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഈ പസിൽ ഒന്ന് വായിക്കുക ആൻഡ് തന്നെ ഒന്ന് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. ആൻഡ് പറ്റിയില്ലെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ഗോ ആൻഡ് എക്സ്പ്ലനേഷൻ, വാച്ച് ദ എക്സ്പ്ലനേഷൻ. ഇനി പറ്റിയാൽ പോലും എക്സ്പ്ലനേഷൻ കേട്ട് നോക്കുക. ചിലപ്പോൾ ഞാൻ പറഞ്ഞ അപ്രോച്ച് നിങ്ങൾക്ക് പുതിയതായിട്ട് എന്തെങ്കിലും കിട്ടിയെന്നിരിക്കും. ഓക്കെ, സോ നമുക്ക് ഇവിടെ ആകാശ്, വരുൺ, ചേതൻ, ധീരജ് ആൻഡ് ഗൗരവ് ആർ മാരീഡ് ടു പോല, ബൃന്ദ, ലിൻഡ, ഗരിമ ആൻഡ് കേത്കി. അപ്പൊ ഇവിടെ 5 മെയിൽ മെമ്പേഴ്സ് ഉണ്ട് ആൻഡ് ദേ ആർ മാരീഡ് ടു 5 ഫീമെയിൽസ് ഹിയർ. ആൻഡ് അവർക്ക് എന്തുണ്ട്? All these couples have a child each. Okay, എല്ലാവർക്കും ഒരു ചൈൽഡ് ഉണ്ട്. ഓക്കെ, അവരുടെ പേരെന്തൊക്കെയാണ്? കപോൾ, ഡേവ്, ക്രിസ്, രമൻ ആൻഡ് നസർ. ഓക്കെ, ഇത് പർട്ടിക്കുലർ ഓർഡറിലായിരിക്കണോ എന്നില്ല. Now നമ്മൾ എപ്പോഴും ബേസ് എന്തായിരിക്കും എന്ന് ചിന്തിക്കാറുണ്ട്. യെസ്, ഇവിടെ നമുക്ക് ഫ്ലോർ തന്നിട്ടില്ല, മന്ത് തന്നിട്ടില്ല, ഇയർ തന്നിട്ടില്ല, നമ്പേഴ്സ് തന്നിട്ടില്ല, അല്ലെങ്കിൽ റാങ്ക് തന്നിട്ടില്ല. അപ്പോൾ ബേസ് എന്തായിരിക്കും? ഡെഫിനറ്റ്ലി പേഴ്സൺ ആയിരിക്കും ബേസ്. സോ ആദ്യം കിടക്കുന്ന മെയിൽ മെമ്പേഴ്സിന്റെ പേരാണ്. സോ അത് ബേസ് ആയിട്ട് എടുക്കാം. അതല്ല നിങ്ങൾക്ക് ഫീമെയിൽ മെമ്പേഴ്സിന്റെ പേര് ബേസ് ആയിട്ട് എടുക്കണമെങ്കിൽ എടുക്കാം. ഇറ്റ് ഡസന്റ് മേക്ക് എ ഡിഫറൻസ്. ഓക്കെ, സോ നമുക്ക് ബേസ് എടുക്കാം ആകാശ്, അത് കഴിഞ്ഞിട്ട് വരുൺ, പിന്നെ ഉള്ളത് ചേതൻ, then you have ധീരജ് ആൻഡ് പിന്നെ ഉള്ളത് ഗൗരവ്. ഓക്കെ, സോ ആൻഡ് ഇവിടെ നമുക്ക് വൈഫ്സിന്റെ പേര് വെക്കാം ആൻഡ് ഇവിടെ ചിൽഡ്രന്റെ പേര് വെക്കാം. So let's go ahead and read the statements one by one. Now, first statement, Gaurav is neither married to Ketki nor is the father of Dev. Gaurav എന്താണ്? കേത്കിയുടെ ഭർത്താവും അല്ല ആൻഡ് ഡേവിന്റെ അച്ഛനും അല്ല. സോ ഗൗരവ് നമുക്ക് ഇവിടെ ഉണ്ട്. സോ ഞാൻ പറഞ്ഞില്ലേ, ഇൻഫർമേഷൻ പ്ലേസ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ഇൻഫർമേഷൻ പ്ലേസ് ചെയ്യണം, പോസിറ്റീവ് ഇൻഫർമേഷൻ പ്ലേസ് ചെയ്യണം. സോ ഇത് നെഗറ്റീവ് ഇൻഫർമേഷൻ ആണ്, എന്നാലും ഡെഫിനറ്റ് ഇൻഫർമേഷൻ ആണ്. സോ ഇവിടെ എന്താണ്? ഗൗരവ് ഈസ് നോട്ട് മാരിഡ് ടു കേത്കി. അപ്പൊ ഗൗരവിന്റെ വൈഫ് ആരായിരിക്കില്ല? കേത്കി ആയിരിക്കില്ല. ക്രോസ് ഞാൻ മാർക്ക് ചെയ്യുന്നതെങ്കിൽ ശ്രദ്ധിക്കുക. ആൻഡ് ഗൗരവിന്റെ ചൈൽഡ് ആരായിരിക്കില്ല? ഡേവ് ആയിരിക്കില്ല. ഓക്കെ, അടുത്തത് നൈദർ ബൃന്ദ നോർ ഗരിമ ഈസ് ഡേവ്സ് മദർ. ബൃന്ദയും ഗരിമയും ഡേവിന്റെ മദർ അല്ല. ആസ് ഓഫ് നൗ ഈ ഇൻഫർമേഷൻ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും പ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ല. സോ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു നോട്ടായിട്ട് താഴെ എഴുതി വെക്കാം. താഴെ സൈഡിലോ നിങ്ങൾക്ക് എവിടെയെന്ന് വെച്ചാൽ എഴുതി വെക്കാം. സോ നമ്മൾ പറയുന്നത് എന്താണ്? ബൃന്ദ എന്നിട്ട് ഗരിമ, ഇവർ രണ്ടുപേരും എന്തല്ല? ഡേവിന്റെ മദർ അല്ല. ഓക്കെ, ഡേവിന്റെ മദർ അല്ല. നമുക്ക് മൊത്തത്തിൽ എത്ര ഫീമെയിൽസ് ഉണ്ടെന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലേ? 5 ഫീമെയിൽസ് ഉണ്ട്. അതിൽ 2 പേരുടെ എന്തായാലും ഡേവ് മദർ അല്ല. ഡേവ് മദർ അല്ലെന്നല്ല, ചൈൽഡ് അല്ല. ഇനി കേത്കി ഈസ് ദ മദർ ഓഫ് കപോൽ. കേത്കി എന്താണ്? കപോലിന്റെ മദർ ആണ്. നമുക്ക് മുകളിൽ പ്ലേസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരിടത്തും കേത്കിയുടെ ഇൻഫർമേഷൻ എവിടെ ഇല്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കി എവിടെ വേണോ വരാം. സോ കേത്കി ഈസ് ദ മദർ ഓഫ് കപോൽ. ഇതും വീണ്ടും ഡെഫിനറ്റ് ഇൻഫർമേഷൻ ആണ്, എന്നാലും മുകളിൽ പ്ലേസ് ചെയ്യാനുള്ള ആയിട്ടും ഇല്ല. ഓക്കെ, ഇനി ചേതൻ ഇസ് ദ ഹസ്ബൻഡ് ഓഫ് ബൃന്ദ. അപ്പൊ ചേതൻ ഹസ്ബൻഡ് ഓഫ് ബൃന്ദ ആണ്. അപ്പൊ ചേതന്റെ വൈഫ് ആരാണ്? ബൃന്ദ. അടുത്ത് ആകാശ് ഈസ് നോട്ട് മാരീഡ് ടു ലിൻഡ. അപ്പൊ ആകാശിന്റെ വൈഫ് ആരല്ല? ലിൻഡ അല്ല. ആകാശിന്റെ വൈഫ് ലിൻഡ അല്ല. അടുത്ത വരുൺ ഇസ് ദ ഫാദർ ഓഫ് ക്രിസ്. വരുൺ നമുക്ക് ഇവിടെ കിടപ്പുണ്ട്. എന്നിട്ട് വരുണിന്റെ ചൈൽഡ് ആരാണ്? ക്രിസ് ആണ്. വരുണിന്റെ ചൈൽഡ് ക്രിസ് ആണ്. ഇതും വീണ്ടും ഡെഫിനറ്റ് ഇൻഫർമേഷൻ ആയിട്ട് നമ്മൾ എഴുതിയെടുത്തു. ഇനി അടുത്ത ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് രമൻസ് മദർ ഇസ് പോല. അപ്പൊ ബേസിക്കലി പോലയുടെ ചൈൽഡ് ആരാണ്? രമൻ ആണ്. ഓക്കെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമുക്ക് 5 ഫീമെയിൽ മെമ്പേഴ്സ് ഉണ്ട് അല്ലേ? 5 ഫീമെയിൽ മെമ്പേഴ്സ്. ഇനി നമ്മൾ എങ്ങനെയാണ് ഡെഡ്യൂസ് ചെയ്യേണ്ടത്? ഇനി ബാക്കിയുള്ളവർക്ക് എങ്ങനെ പ്ലേസ് ചെയ്യണം? അതാണ് നമുക്ക് അറിയേണ്ടത്. 5 ഫീമെയിൽ മെമ്പേഴ്സിൽ നമുക്ക് ഒരു കാര്യം ഉറപ്പാണല്ലോ, ബൃന്ദയും ഗരിമയുടെ സൺ ഡേവ് അല്ല എന്നുള്ള കാര്യം. ഓക്കെ, സോ 5 പേരിൽ 2 പോയി. ബൃന്ദയുടെ മകനാവില്ല ഡേവ്, എന്നിട്ട് ഗരിമയുടെ മകനും ഡേവ് ആവില്ല. പിന്നെ കേത്കിയുടെ മകനാവോ? ഡേവ് കേത്കിയുടെ മകനാവോ? കാരണം പറ്റില്ല. കാരണം കേത്കിക്ക് ഓർഡറിലെ കപ്പോൾ മകനുണ്ട്. സോ കേത്കിയുടേതും ആവില്ല. 3 ആയി. അടുത്ത പിന്നെ പോലയുടെ മകൻ ആരാണ്? രമൻ. അപ്പൊ പോലയുടേതും ആവില്ല. അപ്പൊ ബേസിക്കലി ഈ 4 പേരുടെയും മകൻ അല്ല ഡേവ്. അപ്പൊ പിന്നെ ആ കൂടിയുള്ള പേഴ്സൺ ആരാ ബാക്കി? ആരുടെ മകനായിരിക്കും ഡേവ്? ഡെഫിനറ്റ്ലി ലിൻഡയുടെ മകനാണ് ഡേവ്. അപ്പൊ ഇനി നമുക്ക് ലിൻഡയും ഡേവും ഏതെങ്കിലും ഒരു മെയിൽ മെമ്പറിന്റെ ഫ്രണ്ടിൽ ഫുൾ ആയിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുമെന്നാണ് നമുക്ക് നോക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഒരാളുടെ വൈഫ് ലിൻഡ ആവണം, അടുത്ത് സണ്ണ് ഡേവ് ആവണം. സോ നമുക്ക് നോക്ക്, ഫസ്റ്റ് കേസ് നോക്ക്. ആകാശിന്റെ ഭാര്യ ലിൻഡ അല്ല. ആകാശിന്റെ ഭാര്യ ലിൻഡ അല്ലെങ്കിൽ ഒബ്വിയസ്ലി ഡേവ് അവിടെ വരില്ലല്ലോ, കാരണം ലിൻഡയുടെ സണ്ണാണ് ഡേവ്
അല്ലെങ്കിൽ ചൈൽഡ് ആൻഡ് ഡേവ്, അവർ രണ്ടും ഒത്തേ വരുള്ളൂ. സോ ഈ ഫസ്റ്റ് കേസിൽ എന്തായാലും നമുക്ക് എന്ത് വയ്ക്കാൻ പറ്റില്ല, ലിൻഡ ഡേവ് വയ്ക്കാൻ പറ്റില്ല. രണ്ടാമത്തെ കേസ് നോക്ക്. ഇവിടെ വരുണ് ക്രിസ് എന്നുള്ള ചൈൽഡ് ഉണ്ട്. ചൈൽഡ് ഉള്ള സ്ഥിതിക്ക് നമുക്ക് ചൈൽഡും മദറും ഒത്തു വരണം. പക്ഷെ ഇവിടെ ചൈൽഡ് ഉള്ള സ്ഥിതിക്ക് ലിൻഡ അവിടെ വയ്ക്കാൻ പറ്റില്ല, കാരണം ലിൻഡ വന്നു കഴിഞ്ഞാൽ അവിടെ ഡേവ് വയ്ക്കണം. ഓക്കെ, സോ അതും പറ്റില്ല. മൂന്നാമത്തേല് വൈഫ് ഉണ്ട് അല്ലെങ്കിൽ മദർ ഉണ്ട്. ഓക്കെ, ചൈൽഡ് മാത്രം പറ്റില്ല, മദറും ചൈൽഡും ഒത്ത് പെയറായിട്ടാണ് വരുന്നത്. ഇനി ലാസ്റ്റ് കേസ് നോക്ക്. ഗൗരവന്റെ വൈഫ് കേത്കി അല്ല, എന്നിട്ട് സൺ ആരല്ല, ഡേവ് അല്ല. സണ്ണ് ഡേവ് അല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, അവിടെ മദർ ലിൻഡയും വരില്ലല്ലോ, കാരണം മദറും ചൈൽഡും ഒത്തല്ലേ വരുള്ളൂ. അപ്പോൾ ബേസിക്കലി ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ, ഫിഫ്ത്ത് പൊസിഷൻ ഇവിടെ ഒരിടത്തും വരില്ല. സോ ആ കൂടെ ഉള്ള പൊസിഷൻ ഏതാണ്? ഡെഫിനറ്റ്ലി ലിൻഡ ഇവിടെ വരും. ഈ ഒരു പൊസിഷൻ മാത്രമല്ല, ലിൻഡ ആരാണ്, ധീരജിന്റെ വൈഫ് ആവും, എന്നിട്ട് ഡേവ് ധീരജിന്റെ സൺ ആവും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, സോ ലിൻഡ ഡേവിന്റെ പ്രശ്നം സോൾവ് ആയി. ഇനി നമുക്ക് അടുത്ത പ്രശ്നം നോക്കാം. അപ്പോൾ ബൃന്ദ, ഗരിമ, ഡേവിന്റെ മദർ എല്ലാ ഇൻഫർമേഷനും നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് അതിന്റെ ആവശ്യമില്ല. കേത്കിയുടെ സണ്ണ് കപോലാണ്. കേത്കി കപോൽ ഒത്ത് എവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും? ഇനി മദറും ചൈൽഡും ഒത്ത് പ്ലേസ് ചെയ്യാൻ പറ്റിയ ആ കൂടിയുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ഫസ്റ്റ് ആകാശിന്റെ സ്ഥലത്ത് മദറും ചൈൽഡും മൊത്തത്തിൽ രണ്ടും വേക്കൻ്റ് ആയിട്ട് കിടപ്പുണ്ട്. അതുപോലെ ലാസ്റ്റ് ഗൗരവന്റെ സ്ഥലത്തും എന്താണ്, മദറും ചൈൽഡും രണ്ടും വേക്കൻ്റ് ആയിട്ട് കിടപ്പുണ്ട്. വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഇവിടെ ചൈൽഡ് ഉണ്ട്, ഇവിടെ മദർ ഉണ്ട്, രണ്ടും വേക്കൻ്റ് ആയിട്ടുള്ളത് ഫസ്റ്റും ലാസ്റ്റും മാത്രമേ ഉള്ളൂ. കേത്കി താഴെ, ഗൗരവിൽ കേത്കി വരില്ലല്ലോ, ഗൗരവന്റെ കാര്യത്തിൽ കേത്കി വരില്ല, അപ്പൊ കപോലും വരില്ല. പിന്നെ എവിടെയാ പോസിബിൾ ആയിട്ടുള്ള? കേത്കി എവിടെ പറ്റും? കേത്കി ഡെഫിനറ്റ്ലി ഫസ്റ്റ് കേസിൽ ആകാശിന്റെ വൈഫ് കേത്കി ആവും, ആൻഡ് സൺ ആരായിരിക്കും? കപോലായിരിക്കും. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, സോറി. ഇനി നോക്ക്. സോ കേത്കി കപോലിന്റെ ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്തു? യൂസ് ചെയ്തു. ഇനി നമുക്ക് പോല രമൻ എന്നാൽ ഒരു വൈഫും ഒരു സണ്ണും ഒത്ത് പ്ലേസ് ചെയ്യണം. ഇപ്പൊ നിങ്ങൾക്ക് എന്തായാലും ആൻസർ കിട്ടി കാണും. ഇനി ആ കൂടി സണ്ണും വൈഫും സണ്ണും മദറും ഒത്ത് പ്ലേസ് ചെയ്യാനുള്ള സ്പേസ് എവിടെയുള്ള? ഈ ലാസ്റ്റ് ഗൗരവന്റെ കേസ് മാത്രമേ ഉള്ളൂ. സോ ഗൗരവന്റെ വൈഫ് ആരായിരിക്കും? പോല, ആൻഡ് രമൻ വുഡ് ബി ഹിസ് സൺ. രമൻ വുഡ് ബി ഹിസ് സൺ. ഇനി നമുക്ക് ഒരു ഫീമെയിലിന്റെ സ്പേസ് ബാക്കിയുണ്ട്, ഒരു മെയിൽ മെമ്പേഴ്സ് സ്പേസ് ബാക്കിയുണ്ട്. സോ ബാക്കിയുള്ള ഫീമെയിൽ ആരെന്ന് നോക്കിയാൽ മതി. കേത്കി കഴിഞ്ഞു, ബൃന്ദ കഴിഞ്ഞു, ലിൻഡ കഴിഞ്ഞു, പോല കഴിഞ്ഞു. അപ്പൊ ബാക്കിയുള്ളത് ഗരിമയാണ്, ഗരിമ. ആൻഡ് സൺ എന്ന് പറയുന്നത് ബാക്കി, ഇഫ് ഐ ആം നോട്ട് റോങ്, കപോൽ കഴിഞ്ഞു, ഡേവ് കഴിഞ്ഞു, ക്രിസ് കഴിഞ്ഞു, ഇനി രമനും കഴിഞ്ഞു. ഇനി നസർ മാത്രമേ ബാക്കിയുള്ളൂ, നസർ മാത്രമേ ബാക്കിയുള്ളൂ. ഓക്കെ, സോ ദിസ് ഇസ് ദ അറേഞ്ച്മെന്റ്. ഐ ഹോപ്പ് സ്വയമായിട്ട് ചെയ്ത് നോക്കിയവർക്ക് ഇത് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്തത്. ഇനി കിട്ടിയവർക്കും അധികം പോസിബിലിറ്റി വരച്ചാണ് കിട്ടിയെങ്കിൽ നമ്മളിവിടെ ഒറ്റ പോസിബിലിറ്റിയെ വരച്ചത്. ഓക്കെ, സോ യു അണ്ടർസ്റ്റാൻഡ് ഹൗ ഡു യു അപ്രോച്ച് ഇറ്റ്. ഇവിടെ ഞാൻ എന്താ ചെയ്തത്? തന്നേക്കിനെ ബാക്കിയുള്ള ഇൻഫർമേഷനെ ഞാൻ റെഡ്യൂസ് ചെയ്തിട്ടാണ് അത് ആൻസർ എത്തിയത്. ഗെറ്റിംഗ് മൈ പോയിന്റ്? സോ പ്ലീസ് ഓൾവേസ് റിമെമ്പർ, നോട്ട്സ് പ്രോപ്പറായിട്ട് ഉണ്ടാക്കുക. അതിനെ കണക്ട് ചെയ്ത് 3-4 സ്റ്റേറ്റ്മെന്റ് ഒത്ത് കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ആൻസറിലോട്ട് എത്താൻ പറ്റുന്നത്. അതെപ്പോഴും ഓർമ്മ വേണം, എങ്കിൽ മാത്രമേ കറക്റ്റ് ആൻസർ നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. ഓക്കെ, വിതൗട്ട് വേസ്റ്റിംഗ് ടു മച്ച് ഓഫ് ടൈം. സോ ലെറ്റ്സ് ഗോ ആൻഡ് സ്റ്റാർട്ട് വിത്ത് ദ നെക്സ്റ്റ് പസിൽ. ഓക്കെ, നെക്സ്റ്റ് പസിൽ നോക്കാം. നെക്സ്റ്റ് പസിൽ ഇത് സർക്കുലർ അറേഞ്ച്മെന്റ് ആണ്. യെസ്, സോ ആദ്യം ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ പോസ് ചെയ്യുക. ഞാൻ സ്ക്രീനിൽ നിന്ന് മാറി തരാം. വീഡിയോ പോസ് ചെയ്യുക, മൊത്തം പസിൽ വായിച്ചു നോക്കുക, അറേഞ്ച്മെന്റ് വായിച്ചു നോക്കുക, തന്നെ സോൾവ് ചെയ്യാൻ നോക്കുക, ആൻഡ് ദെൻ എൻ്റെ എക്സ്പ്ലനേഷൻ നോക്കുക. ഓക്കെ, സോ ലെറ്റ്സ് സീ. ഇവിടെ നമുക്ക് ആസ്റ്റൺ, കരംവീർ, ലളിത്, ഫിൽ, റാക്സ് ആൻഡ് മാക്സി represent six different companies. മൈക്രോസോഫ്റ്റ് ഇപ്പോൾ 6 കമ്പനീസ് ഉണ്ട്. മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, GE, യൂണിലിവർ, IBM and Nestle, and are sitting a particular table, not necessarily in the given order, facing the center. എത്ര പേരുണ്ട്? 6 പേരുണ്ട്. 6 പേര് എങ്ങോട്ടാണ് ഫേസ് ചെയ്യണം? സെന്ററിലാണ് ഫേസ് ചെയ്യണം. അപ്പോൾ നമുക്ക് 6 പേര് വരയ്ക്കുമ്പോൾ ഹൗ ഡു യു ഡു? ഓപ്പോസിറ്റ് ആയിട്ട് വരയ്ക്കാൻ പഠിക്കുന്നത്. ഓക്കെ, 1, 2. സോ 6 പേരുള്ള സ്ഥിതിക്ക് കറക്റ്റ് ഇങ്ങോട്ട് വരയ്ക്കാതെ ജസ്റ്റ് ഇങ്ങനെ വരച്ചാലും മതി. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇത്. സോ 1, 2, 3, 4, അതേപോലെ 5, 6. അപ്പോൾ ഒരു യൂണിഫോം ഡിസ്റ്റൻസിൽ വരും. അല്ലെങ്കിലും വരയ്ക്കാൻ പറ്റും, പക്ഷേ ഡിസ്റ്റൻസ് യൂണിഫോം ആവില്ലെന്നേ ഉള്ളൂ. അങ്ങനെ നിർബന്ധമൊന്നുമില്ല, ബട്ട് യു ക്യാൻ ജസ്റ്റ് ഡ്രോ ഇറ്റ് ദിസ് വേ. ഓക്കെ, എന്നിട്ട് അവരെല്ലാവരും എന്താണ് 6 ഡിഫറെൻറ്റ് കളേഴ്സും ലൈക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് നോട്ട് നെസസറിലി ഇൻ പർട്ടിക്കുലർ ഓർഡർ എന്നും പറഞ്ഞിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ. ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് മൈക്രോസോഫ്റ്റ് റിപ്രസെന്റേറ്റീവ് ഈസ് വിയറിംഗ് നൈദർ എ ബ്ലാക്ക് ഷർട്ട് നോർ എ ബ്രൗൺ ഷർട്ട്. ഓക്കെ, മൈക്രോസോഫ്റ്റിന്റെ റിപ്രസെന്റേറ്റീവ് എന്ത് ചെയ്യുന്നില്ല? ബ്ലാക്കും ഇടുന്നില്ല, ബ്രൗണും ഇടുന്നില്ല. ഇവിടെ എവിടെയെങ്കിലും നമുക്കത് ഡെഫിനറ്റ് ഇൻഫർമേഷൻ പറ്റുമോ? ഇല്ല, നെഗറ്റീവ് ഇൻഫർമേഷൻ ആണ്. സോ മൈക്രോസോഫ്റ്റ്
എന്ത് ചെയ്യുന്നില്ല, ബ്ലാക്ക് ഇടുന്നില്ല, അതുപോലെ ബ്രൗണും ഇടുന്നില്ല. ഓക്കെ, അടുത്ത് ഗൂഗിൾസ് റിപ്രസെന്റേറ്റീവ് ഇസ് നോട്ട് വിയറിംഗ് എ ബ്ലാക്ക് ഷർട്ട്. ഗൂഗിളിന്റെ റിപ്രസെന്റേറ്റീവ് എന്ത് ചെയ്യില്ല, ബ്ലാക്ക് ഷർട്ട് ഇടുന്നില്ല. ഇപ്പൊ നമ്മൾ ബ്ലാക്കിനെ കുറിച്ചൊരു ഇൻഫർമേഷൻ എഴുതിയില്ലേ, അതിനെ കണക്ട് ചെയ്ത് തന്നെ എഴുതിക്കോ. ഗൂഗിളിന്റെ റിപ്രസെന്റേറ്റീവ് എന്തില്ല, ഞാൻ പറഞ്ഞില്ലേ, ഇൻഫർമേഷൻസ് ഒന്നിനെ റിലേറ്റഡ് ആണെങ്കിൽ കണക്ട് ചെയ്ത് എഴുതിയാൽ നമുക്ക് പെട്ടെന്ന് ലാസ്റ്റ് ഡെഡ്യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വെറുതെ കുറെ കൺഫ്യൂഷൻസ് ഉണ്ടാവും. നമ്മളെ നോട്ട് എന്തിനു വേണ്ടി നമുക്ക് തന്നെ തോന്നും. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെന്റ് പറയുന്നത് കരംവീർ ഈസ് നൈദർ ഫ്രം യൂണിലിവർ നോർ വിയറിംഗ് എ റെഡ് ഷർട്ട്. അതും നമുക്ക് തൽക്കാലം പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല. കരംവീർ എന്തല്ല, യൂണിലിവറിൽ നിന്നും അല്ല, റെഡ് ഷർട്ട് ഇടുന്നുമില്ല. സോ ഐ എം മേക്കിംഗ് എ നോട്ട് ഹിയർ. കരംവീർ റെഡ് അല്ല ആൻഡ് യൂണിലിവറും അല്ല. Then the only person sitting between Drax and Maxi is wearing a pink shirt. Now ഈ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുക. ഡ്രാക്സിനും മാക്സിക്കും ഇടയിൽ ഒരാൾ മാത്രമേ ഇരിക്കുന്നുള്ളൂ, എന്നിട്ട് ആ ആൾ എന്ത് ചെയ്യുന്നുണ്ട്, പിങ്ക് ഷർട്ട് വിയർ ചെയ്യുന്നുണ്ട്. നമ്മൾ സർക്കിൾ ആയതുകൊണ്ട് നമുക്ക് എവിടെ വേണോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ, ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ, now so നമ്മൾ എന്താ പറഞ്ഞ, Maxi is wearing a red shirt and is the only person sitting between Drax and Maxi is wearing a pink shirt. So as it is circle, we can start with anywhere. Okay, say for example, Drax ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എന്താണ്, Drax and Maxi. ഓക്കെ, Maxi ഇവിടെ വരും, അതിൻ്റെ ഇടയിൽ എന്താണ്, റെഡ് ഷർട്ട് വരും. അതല്ലെങ്കിൽ വേറെ ഒരു പോസിബിലിറ്റി ഉണ്ടല്ലോ, തിരിച്ചും വരാം, Maxi ഇവിടെ, Draxi അവിടെ. സോ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതേപോലെ രണ്ട് പോസിബിലിറ്റി ഉണ്ടല്ലോ, ഞാൻ എന്താ പറഞ്ഞ, രണ്ട് പോസിബിലിറ്റീസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പോസിബിലിറ്റീസ് വരുമ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ട്രൈ ടു ലുക്ക് ഔട്ട് ഫോർ അതർ സ്റ്റേറ്റ്മെന്റ്സ്. ചിലപ്പോൾ നമുക്ക് പോസിബിലിറ്റി കുറയ്ക്കാൻ പറ്റിയെന്നിരിക്കും. സോ നിലവിൽ ഞാൻ എന്ത് ചെയ്യും, നമുക്ക് എന്ത് വന്നാലും റെഡ് നടുക്ക് തന്നെ ഇരിക്കും, അതിൽ സംശയമൊന്നുമില്ല. ഓക്കെ, സോ ഡ്രാക്സി മാക്സി ഞാൻ എന്ത് ചെയ്യുന്നില്ല, തൽക്കാലം ഞാൻ വരയ്ക്കുന്നില്ല. നമുക്ക് വേറെ ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. സോ നമുക്കിപ്പം ഡ്രാക്സി മാക്സിയും അതിൻ്റെ ഇടയിലാണ് റെഡ് എന്ന് നമുക്കറിയാം, അത് അപ്പുറത്തും ഇപ്പുറത്തും വരാം. ഓക്കെ, ഇനി അടുത്ത പറയുന്നത്, Maxi is wearing a white shirt and is sitting to the immediate left of the person who is wearing a red shirt. അപ്പോൾ മാക്സി എന്താണ്, വൈറ്റ് ഷർട്ട് ആണ് ഇരിക്കുന്നത്, ആൻഡ് മാക്സി ഇരിക്കുന്നത് എന്താണ്, റെഡ് ഷർട്ടിന്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ആണ്. ഓക്കെ, മാക്സി ഈസ് വിയറിംഗ് എ വൈറ്റ് ഷർട്ട് ആൻഡ് ഹി ഈസ് സിറ്റിംഗ് ടു ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ദ പേഴ്സൺ ഹു ഈസ് വിയറിംഗ് എ റെഡ് ഷർട്ട്. അപ്പോൾ റെഡ് ഷർട്ടിന്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലാണ് മാക്സി ഇരിക്കുന്നത്. സോ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മള് സോറി, ഇവിടെ റെഡ് അല്ല, ഇവിടെ പിങ്ക് ആണ്, മൈ മിസ്റ്റേക്ക്, ഇവിടെ പിങ്ക് ആണ്. ഓക്കെ, മാക്സിക്കും ഡ്രാക്സിനോടൊക്കെ പിങ്ക് ആണ്, മൈ മിസ്റ്റേക്ക്. ഇപ്പം പറയണത് എന്താണ്, മാക്സി ഈസ് വിയറിംഗ് എ വൈറ്റ് ഷർട്ട് ആൻഡ് ഈസ് സിറ്റിംഗ് ടു ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ദ പേഴ്സൺ ഹു ഈസ് വിയറിംഗ് എ റെഡ് ഷർട്ട്. അപ്പോൾ റെഡ് ഷർട്ടിന്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലാണ് മാക്സി ഇരിക്കുന്നത്. നമുക്ക് രണ്ട് സാധ്യതയുണ്ട്. മാക്സി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ മാക്സി ഇവിടെ വെച്ച്, എന്നിട്ട് മാക്സി വൈറ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മാക്സി റെഡിന്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലാവുമോ? ഇത് ഇൻസൈഡ് അറേഞ്ച്മെന്റ് അല്ലേ? റെഡിന്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലാവണമെങ്കിൽ റെഡ് ഇവിടെ വെച്ചിട്ട് എന്നാലല്ലേ മാക്സി ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലാവുള്ളൂ. പക്ഷെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് പോസിബിലിറ്റി വരില്ലല്ലോ, കാരണം പിങ്ക് ഓൾറെഡി ഇവിടെ ഇരിക്കുകയല്ലേ. അപ്പോൾ ഈ പോസിബിലിറ്റി തെറ്റാണ്. അപ്പോൾ മാക്സി ഇവിടെ എന്തായാലും വെക്കാൻ പറ്റില്ല. ഓക്കെ, സോ ലെറ്റ്സ് സീ അടുത്ത പോസിബിലിറ്റി ഏതാണ്. നമുക്ക് അടുത്തൊരു കേസ് അറിയാം, മാക്സി ഇവിടെ വെക്കാമല്ലോ, മാക്സി ഇവിടെ വെക്കാം, എന്നിട്ട് മാക്സി വൈറ്റ് ആണ് ആൻഡ് മാക്സി എന്താണ്, റെഡിന്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലാണ്. അപ്പോൾ റെഡ് എവിടെ വെക്കേണ്ടി വരും? ഡെഫിനറ്റ്ലി റെഡ് ഇവിടെ വെക്കാം. റെഡ് ഇവിടെ വെക്കുമ്പോൾ റെഡിന്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിൽ മാക്സി വൈറ്റ്, എന്നിട്ട് മാക്സി എവിടെയാണെങ്കിൽ ഡ്രാക്സി എവിടെ വരും? ഇവിടെ വരും. ഓക്കെ, സോ ആ രണ്ട് സ്റ്റേറ്റ്മെന്റ് കൂടെ കമ്പൈൻ ചെയ്തപ്പോൾ ഡ്രാക്സിക്കും മാക്സിക്കും ഇടയിൽ പിങ്ക്, എന്നിട്ട് മാക്സി എന്താണ്, വൈറ്റ് കളറുമാണ്, റെഡിന്റെ ലെഫ്റ്റിലും ആണ്. എല്ലാം കൂടി കറക്റ്റ് ആയല്ലോ. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. എന്നിട്ട് ഓക്കെ, നമുക്ക് റെഡിനെ കുറിച്ച് നമ്മൾ ഒരു നെഗറ്റീവ് ഇൻഫർമേഷൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. റെഡ് ഉള്ള സ്ഥലത്ത് എന്ത് വരില്ല? കരംവീർ വരില്ല, അല്ലെങ്കിൽ കരംവീർ റെഡ് അല്ല. സോ നമ്മൾ അതും കൂടെ അങ്ങ് എഴുതി വെക്കുക, സോ ദാറ്റ് പിന്നീട് നമുക്ക് നോക്കുമ്പോൾ അത് എളുപ്പത്തിൽ ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഇൻഫർമേഷൻ നമ്മൾ യൂസ് ചെയ്തല്ലേ, അത് കളയാം. അടുത്ത്, the person in black shirt is sitting at an position opposite diametrically to that of the representative of Nestle. അപ്പോൾ ബ്ലാക്ക് ഷർട്ട് എന്താണ്, നെസ്ലയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇരിക്കുന്നത്. നെസ്ലയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ബ്ലാക്ക് ഷർട്ട് ഉള്ള ആൾ ഇരിക്കുന്നത്. സോ തൽക്കാലം നോക്ക്, ബ്ലാക്ക് ഷർട്ട് ഉള്ള ആള് നെസ്ലയുടെ നേരെ ഓപ്പോസിറ്റ്, എത്ര പോസിബിലിറ്റി ഉണ്ടെന്ന് നോക്ക്. നമുക്ക് ഇവിടെ മൂന്നിടത്തും കളേഴ്സ് ഉണ്ട്. ഓക്കെ, ഇവിടെ ബ്ലാക്ക് വരാം,
ഇവിടെ നെസ്ലെ വരാം. അതേപോലെ ഇവിടെ ബ്ലാക്ക് വരാം, ഇവിടെ നെസ്ലെ വരാം, ഇവിടെ ബ്ലാക്ക് വരാം, ഇവിടെ നെസ്ലെ വരാം. ആസ് ഓഫ് നൗ 3 പോസിബിലിറ്റി ഇല്ലേ? അപ്പോൾ ഞാൻ എന്താ പറഞ്ഞ, മൾട്ടിപ്പിൾ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ എന്താണ്, എടുത്ത് ചാടി അത് വരയ്ക്കാൻ നിൽക്കരുത്, അതിനെ ആദ്യം നോട്ടായിട്ട് എഴുതി വെക്കുക. സോ നമുക്ക് ബ്ലാക്കും നെസ്ലെയും നേരെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് വരുമെന്ന് അറിയാം. സമയം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ യൂസ് ചെയ്യുക. ഇസ് ദാറ്റ് പോയിന്റ് ക്ലിയർ? ഓക്കെ. ഇനി അടുത്ത് പറയുന്നത് G is representative is sitting to the immediate left of the person who is wearing a brown shirt. ബ്രൗൺ ഷർട്ടിന്റെ ഇമീഡിയറ്റ് ലെഫ്റ്റിലാണ് ജി ഇരിക്കുന്നത്. ആസ് ഓഫ് നൗ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ജി എവിടെ ഇരിക്കുന്നത് അറിയാമോ? ഇല്ലല്ലോ, അറിയില്ല. സോ നമുക്കത് നോട്ട് എഴുതി വെക്കാം. ബ്രൗണിന്റെ ഇമീഡിയറ്റ് ലെഫ്റ്റിലാണ് GE ഇരിക്കുന്നത്. ഓക്കെ, ഫൈൻ. ഇനി നോക്കാം. The person wearing the white shirt is sitting to the immediate right of Unilever's representative. ഈ വൈറ്റ് ഷർട്ട് ഇട്ട ആള് യൂണിലിവറിന്റെ റൈറ്റിലാണ് ഇരിക്കുന്നത്. ഓക്കെ, വൈറ്റ് ഷർട്ട് ഇട്ട ആള് യൂണിലിവറിന്റെ റൈറ്റില്. നമുക്ക് വൈറ്റ് ഷർട്ട് ഇട്ട ആൾ എവിടെ ഇരിക്കുന്നത് അറിയാലോ അല്ലേ? ഇവിടെ ഉണ്ടല്ലോ. ഈ വൈറ്റ് ഷർട്ട് ഇട്ട ആൾ ആരുടെ റൈറ്റിലാണ്? യൂണിലിവറിന്റെ റൈറ്റിൽ. അപ്പൊ യൂണിലിവർ എവിടെ വരണം? ഇവിടെ അല്ലേ? യൂണിലിവർ ഇവിടെ വയ്ക്കുമ്പോഴല്ലേ വൈറ്റ് ഷർട്ട് അതിന്റെ റൈറ്റിലോട്ട് ആവുന്നത്. യെസ്. അപ്പൊ നമുക്ക് ഫിക്സ് ചെയ്യാലോ, യൂണിലിവർ എന്ത് വരും? ഇവിടെ വരും. യെസ്. ഓക്കെ. ഇവിടെ കരംവീറിന്റെ കാര്യത്തിൽ കരംവീർ റെഡിൽ വരില്ല, അതുകൊണ്ട് നമ്മൾ അവിടെ മാർക്ക് ചെയ്തു. കരംവീർ അതേപോലെ യൂണിലിവറിലും വരില്ല. അപ്പൊ കരംവീർ എന്താണ്? ഇവിടെയും വരില്ല. ഓക്കെ. സോ ഞാൻ വേണമെങ്കിൽ അത് കളർ ചേഞ്ച് ചെയ്തിടാം. ഇവിടെ കരംവീർ എന്ത് ചെയ്യില്ല? വരില്ല. ഓക്കെ, ഇസ് ദാറ്റ് പോയിന്റ് ക്ലിയർ? ഓക്കെ, ലെറ്റ്സ് സീ നെക്സ്റ്റ് തിങ്. അടുത്ത ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഫിൽ ഈസ് വിയറിംഗ് എ ബ്ലൂ ഷർട്ട് ആൻഡ് ഹി ഈസ് ഫ്രം ജി. ഓക്കെ, ഫിൽ എന്താണ്? ബ്ലൂ ഷർട്ടാണ് വിയർ ചെയ്യുന്നത്, എന്നിട്ട് അവൻ ജിയിലാണ്. നമ്മൾ ബ്രൗണിന്റെ ഇമീഡിയറ്റ് ലെഫ്റ്റ് ജി എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഈ ജി തന്നെ ഇപ്പൊ ആരാണ്? ഫില്ലാണ്. എന്നിട്ട് അയാൾ എന്ത് കളർ വിയർ ചെയ്യുന്നുണ്ട്? ബ്ലൂ കളർ വിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്രൗണിന്റെ ഇമീഡിയറ്റ് ലെഫ്റ്റിൽ ജി വരണം. ജി ഫില്ല് തന്നെയാണ്, ബ്ലൂ ഇതാണ്. ഓക്കെ, നൗ ഹി ഈസ് സിറ്റിംഗ് അറ്റ് എ പൊസിഷൻ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ടു ദ പേഴ്സൺ ഇൻ പിങ്ക് ഷർട്ട്. എന്നിട്ട് ഈ പറയുന്ന ഫില്ല് പിങ്ക് ഷർട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇരിക്കുന്നത്. അപ്പോൾ പിങ്ക് ഷർട്ട് നമുക്ക് അറിയാലോ എവിടെയാണ്? അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആരാണുള്ളത്? ഈ പറയുന്ന ഫിൽ. ഓക്കെ, ഫിൽ അയാൾ ഏത് കമ്പനിയിലാണ്? GEയിലാണ്. എന്നിട്ട് അയാളുടെ കളർ എന്താണ്? ബ്ലൂ ആണ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ. എന്നിട്ട് അഡീഷണൽ നമുക്ക് ഇവിടെ ഒരു ഇൻഫർമേഷൻ ഉണ്ട്. ഈ ബ്ലൂ, ഈ ജി എന്ന് പറയുന്നത് ബ്രൗണിന്റെ ഇമീഡിയറ്റ് ലെഫ്റ്റിലാണ്. ബ്രൗണിന്റെ ഇമീഡിയറ്റ് ലെഫ്റ്റിൽ ജി ആവണമെങ്കിൽ ബ്രൗൺ ഇവിടെ വെക്കേണ്ടി വരും. ബ്രൗൺ ഇവിടെ വെച്ചാൽ അത് ഇമീഡിയറ്റ് ലെഫ്റ്റ് ആവുമോ? ഇല്ല. ബ്രൗൺ ഇവിടെ വെച്ചാലോ ഇമീഡിയറ്റ് ലെഫ്റ്റ് ആണ്. കാരണം നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് റൈറ്റും ക്ലോക്ക് വൈസ് ലെഫ്റ്റും ആണ്, ഇൻസൈഡ് ആയതുകൊണ്ട്. സോ ബ്രൗൺ ഇവിടെ വെച്ചാൽ ഈ ജി എന്താണ്? അതിന്റെ ലെഫ്റ്റിലോട്ടായി. ജി ഫില്ലാണ്, ജി ബ്ലൂ കളറാണ്. എന്നിട്ട് ഈ ഫിൽ എന്താണ്? പിങ്കിന്റെ ഓപ്പോസിറ്റ് ഇരിക്കുകയാണ്. ആ രണ്ട് സ്റ്റേറ്റ്മെന്റ് കൂടെ ഒത്തു വരച്ചത്. ഓക്കെ. ഇനി ലാസ്റ്റ് പറയുന്നത് ആഷ്ടൺ ഈസ് നോട്ട് വിയറിംഗ് റെഡ് ഷർട്ട്. ആഷ്ടൺ എന്തല്ല? റെഡ് ഷർട്ട് അല്ല. സോ ആഷ്ടന് ഇവിടെ വരില്ല. ഓക്കെ, ആഷ്ടൺ ഇവിടെ വരില്ല. ഇനി സോ നമ്മൾ ഇത് ഇൻഫർമേഷൻ എന്തായാലും പ്ലേസ് കഴിഞ്ഞതാണ്. യെസ്, നമ്മൾ കുറച്ചു നേരം മുമ്പ് വിട്ട് കളഞ്ഞ ഇൻഫർമേഷൻ ഉണ്ടല്ലോ, ബ്ലാക്ക് നെസ്ലയുടെ ഓപ്പോസിറ്റ് ആണെന്ന്. ബ്ലാക്ക് നെസ്ലയുടെ ഓപ്പോസിറ്റ്. ഇപ്പോൾ അത് വരയ്ക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് നേരത്തെ എവിടെയൊക്കെ പോസിബിലിറ്റി ഉണ്ടായിരുന്നു? ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു, എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഇപ്പം ഇവിടെ എല്ലായിടത്തും കളർ ഒക്കുപ്പൈഡ് ആണ്. ഇനി ആ കൂടി ബ്ലാക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം ഏതാണുള്ളത്? ഇത് മാത്രമല്ലേ ഉള്ളൂ, ശരിയല്ലേ? ബ്ലാക്ക് ഇവിടെ പ്ലേസ് ചെയ്യാമല്ലോ. അപ്പോൾ ബ്ലാക്ക് ഇവിടെ ആണെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആരാ വരേണ്ടത്? നെസ്ലെ. നെസ്ലെ എവിടെ വരും? നെസ്ലെ ഇവിടെ വരും. ഇസ് ദാറ്റ് പോയിന്റ് ക്ലിയർ? നെസ്ലെ അവിടെ വരും. ഓക്കെ, സോ നമുക്ക് ഇതും കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണുള്ള? ലെറ്റ്സ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഇനി ഇവിടെ കിടക്കുന്ന നെഗറ്റീവ് ഇൻഫർമേഷൻസ് നോക്ക്. ഈ മൈക്രോസോഫ്റ്റ് ബ്ലാക്കും അല്ല ബ്രൗണും അല്ല, എന്നിട്ട് ബ്ലാക്കിൽ ഗൂഗിളും വരില്ല. അപ്പോൾ ബേസിക്കലി ബ്ലാക്കിൽ മൈക്രോസോഫ്റ്റും വരില്ല, ബ്ലാക്കിൽ ഗൂഗിളും വരില്ല. സോ ബ്ലാക്ക് ഇതാ കിടക്കുന്നത്. ബ്ലാക്കിൽ നമുക്ക് എന്ത് വരില്ല? മൈക്രോസോഫ്റ്റ് വരില്ല, എന്നിട്ട് ബ്ലാക്കിൽ ഗൂഗിളും വരില്ല. ഇനി ഏതൊക്കെ കമ്പനീസ് ഉണ്ടെന്ന് നോക്ക്. ഇവിടെ നമ്മൾ യൂണിലിവർ ഓൾറെഡി പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, പിന്നെ ഇവിടെ നെസ്ലെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. യെസ്, നെസ്ലെ, യൂണിലിവർ, ജി 3 കമ്പനീസ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള കമ്പനീസ് ഏതൊക്കെയാണ് നമുക്കുള്ളത്? മൈക്രോസോഫ്റ്റ് ഉണ്ട്, പിന്നെ ഗൂഗിൾ ഉണ്ട്, ആൻഡ് ദെൻ വി ഹാവ് IBM. ഈ 3 കമ്പനീസേ ഇനി ബാക്കിയുള്ളൂ. കാരണം 3 ഓൾറെഡി പ്ലേസ്ഡ് ആണ്. അതിൽ 2 ഏതൊക്കെയാണ്? മൈക്രോസോഫ്റ്റും ഗൂഗിളും എവിടെ വരില്ല? ബ്ലാക്കിൽ വരില്ല. അപ്പോൾ പിന്നെ ആ കൂടി ഉള്ളത് ഏതാണ്? IBM ആണ്. സോ നമുക്കിത് ഫിക്സ് ചെയ്യാലോ. ഡ്രാക്സ് എന്താണ്? ഡ്രാക്സ് IBM ആണ്. യെസ്, അപ്പോൾ IBMന്റെ കാര്യം തീരുമാനമായി. IBM എവിടെയാണ്? ഈ പറയുന്ന ബ്ലാക്കിൽ അല്ലെങ്കിൽ ഡ്രാക്സിക്ക് വേണ്ടിയുള്ളത്. ഇനി ബാക്കിയുള്ള കളേഴ്സ് നമുക്ക് മൈക്രോസോഫ്റ്റിന് ബ്രൗൺ വരില്ല, അല്ലെങ്കിൽ ബ്രൗണിൽ മൈക്രോസോഫ്റ്റ് വരില്ല. അപ്പോൾ ബ്രൗണിൽ മൈക്രോസോഫ്റ്റ് അല്ലെങ്കിൽ ആ കൂടിയുള്ള 2 കമ്പനീസേ ഉള്ളൂ.
ബ്രൗണിൽ മൈക്രോസോഫ്റ്റ് അല്ലെങ്കിൽ പിന്നെ എന്താ വരിക? ഡെഫിനറ്റ്ലി ഗൂഗിളേ വരുള്ളൂ. ബ്രൗണിൽ ഗൂഗിൾ വരും. ഓക്കെ, സോ ഇവിടെയും കമ്പനി ഫിക്സ് ആയി, ഇവിടെയും കമ്പനി ഫിക്സ് ആയി. അപ്പൊ ഇനി മൈക്രോസോഫ്റ്റ് എവിടെയായിരിക്കും വരുന്നത്? ആ കൂടിയുള്ള ഒരു പേഴ്സൺ മൈക്രോസോഫ്റ്റിനുള്ളത് ഏതാണ്? യെസ്, മാക്സി. ഓക്കെ, ഇവിടെ മൈക്രോസോഫ്റ്റ് വന്നു. യെസ്, സോ ഇനി നമുക്ക് പേഴ്സൺസിന്റെ കാര്യത്തിൽ നമുക്ക് ഓൾറെഡി ഫില്ല് ആയിട്ടുണ്ട്, പിന്നെ ഇവിടെ പറയുന്ന ഡ്രാക്സി ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഉള്ള മാക്സിയും ആയിട്ടുണ്ട്. നൗ നമുക്ക് കരംവീർ എവിടെയൊക്കെ വരില്ലെന്ന് അറിയാനുണ്ട്. കരംവീർ പിങ്കില് അല്ലെങ്കിൽ ഇവിടെ കരംവീർ വരില്ല, അതേപോലെ ഇവിടെ കരംവീർ വരില്ല. അപ്പോൾ ഇനി ആ കൂടി കരംവീറിന് സാധ്യത എവിടെയല്ലേ ഉള്ളൂ. സോ ദിസ് വിൽ ബി കരംവീർ. ഓക്കെ, ഇതൊക്കെയാണല്ലോ. ഇനി 2 സ്ഥലമുണ്ട് ബാക്കി, ഒന്നിവിടെ ഒന്നിവിടെ. നമ്മൾ ലാസ്റ്റിൽ എഴുതിയ ഒരു ഇൻഫർമേഷൻ, റെഡിൽ ആഷ്ടൺ വരില്ല. ആഷ്ടൺ അവിടെ വരില്ലെങ്കിൽ പിന്നെ ആഷ്ടൺ ഇവിടെ മാത്രമല്ലേ സ്ഥലമുള്ളൂ, ആഷ്ടൺ വേറെ ഒരു സ്ഥലവും ഇല്ലല്ലോ. സോ ബേസിക്കലി ആഷ്ടൺ വിൽ കം ഹിയർ. ആഷ്ടൺ ഇവിടെ ആയി കഴിഞ്ഞാൽ പിന്നെ ആരാ ബാക്കിയുള്ള? ഇനി നമുക്ക് ഒരു പേഴ്സൺ കൂടെ ബാക്കിയുള്ളൂ, ലളിത്. ഓക്കെ, സോ ലളിത് എന്താണ്? നെസ്ലെ വരും. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് അറേഞ്ച്മെന്റ് ഇസ് ക്ലിയർ ടു ഓൾ ഓഫ് യു. എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്ലീസ് മേക്ക് ഷുവർ തന്നെ ഈ ക്വസ്റ്റ്യൻ ഒരിക്കലും ചെയ്ത് നോക്കുക ആൻഡ് ട്രൈ ടു മാച്ച് ഇറ്റ് വിത്ത് ദ ആൻസർ ദാറ്റ് ഐ ഹവ് എക്സ്പ്ലെയിൻഡ്. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ കൺസെപ്റ്റ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ഇടാം. അതല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഫർദർ ക്ലാരിഫിക്കേഷൻസോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, വേറെ എന്തെങ്കിലും പുതിയ തരത്തിലുള്ള വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ വന്ന് പറയാം. ഓക്കെ, താങ്ക് യു ഓൾ ഓഫ് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ ആൻഡ് പ്ലീസ് മേക്ക് ഷുവർ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, കമന്റ് ചെയ്യാൻ ഒട്ടും മറക്കണ്ട. ബിക്കോസ് നിങ്ങൾ കമന്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു മോട്ടിവേഷൻ കിട്ടുന്നത്. സോ ദാറ്റ് വി ക്യാൻ പ്രിപ്പയർ മോർ ആൻഡ് മോർ സച്ച് വീഡിയോസ്. മോട്ടിവേഷൻ ഇസ് ദ ബിഗസ്റ്റ് ഫാക്ടർ. പ്ലീസ് മേക്ക് ഷുവർ കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.